ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനാ മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണും യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറെ സ്നേഹമുള്ള സഹോദരങ്ങളെ, സങ്കീർത്തനം 34:18 ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് സംരക്ഷിക്കുന്നു. ദിവ്യകാരുണ്യനാഥൻ്റെ അനുഗ്രഹം, സംരക്ഷണം ഈ സുപ്രഭാതത്തിൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈശോ നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ദൈവഭക്തൻ്റെ ചുറ്റും ദൈവം ദൂതന്മാരെ അയച്ച് സംരക്ഷണം നൽകുന്നു. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അവരുടെ യാത്രയിലൊക്കെ ഈജിപ്തിൽ നിന്ന് കാനാൻ നാട്ടിലേക്കുള്ള യാത്രയിൽ പല സംഭവങ്ങളിൽ ദൈവം ദൂതന്മാരെ അയച്ച് സംരക്ഷണം നൽകി ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്ന ചരിത്രം. അവൻ ഇതാ ദൈവം നമ്മുടെ കൂടെ സംരക്ഷകനായി ഇന്നും ജീവൻ്റെ അപ്പമായി കൂടെ വസിക്കുകയാണ്. കൂടെ വസിക്കുന്ന ഈശോയെ നമുക്ക് ആരാധിക്കാം. കൂടെ വസിക്കുന്ന ഈശോയെ നമുക്ക് സ്നേഹിക്കാം. കൂടെ വസിക്കുന്ന ഈശോയെ
നമുക്ക് ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. എൻ്റെ ഈശോ സ്വന്തമാകുമ്പോൾ യേശുവിൻ്റെ സ്വന്തമായ നമ്മളെ ഓരോരുത്തരെയും ദൈവം സംരക്ഷിക്കുന്നു. തൻ്റെ ദൂതന്മാരെ അയച്ച് അവിടുന്ന് നമുക്ക് കാവലായി നിൽക്കുന്നു. ഈ പ്രഭാതത്തിൽ അവിടുത്തെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാകുവാനായിട്ട് ഈശോയോട് പ്രാർത്ഥനാപൂർവമായിരുന്നുകൊണ്ട് ഈശോയെ ഒന്ന് സ്വതന്ത്രമായ നിമിഷങ്ങളിൽ സ്തുതിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവെ ആരാധന, യേശുവെ മഹത്വം, യേശുവെ നന്ദി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. മാലാഖമാരോടും സ്വർഗവാസികളോടും ചേർന്ന് അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഈശോയെ ആരാധന, ഈശോയെ മഹത്വം, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ ആരാധന, യേശുവെ മഹത്വം, ആരാധന, ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ നന്ദി, ഈശോയെ ആരാധന. പരിശുദ്ധൻ, പരിശുദ്ധൻ, നിത്യനുമായ ദിവ്യ കുഞ്ഞാണേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. സങ്കീർത്തനം 23:1. കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നിരാശയിൽ അമരുന്ന കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ജോലി നഷ്ടപ്പെട്ടവർ, രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, സാമ്പത്തിക തകർച്ചയുള്ളവർ, പഠിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, സ്കൂളിൽ പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാത്തവർ, അങ്ങനെ ഏതെല്ലാം തലങ്ങളിൽ നമ്മൾ മാനസികമായിട്ട് ഒന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ കർത്താവിൻ്റെ വചനം നമുക്ക് ആശ്വാസം തരും. ആശ്വാസം നൽകുന്ന യേശുവിൻ്റെ വചനം ഇതാണ്: കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവ് ഇടയനാകുന്നവൻ്റെ ജീവിതത്തിൽ ഒന്നിനും കുറവുണ്ടാവുകയില്ല. മരണത്തിൻ്റെ താഴ്വരയിലൂടെ അവൻ നടക്കേണ്ടി വന്നാലും കർത്താവ് അവനെ കരം പിടിച്ച് ഉയർത്തുന്നു. ഈ ഒരു ബോധ്യം അത് ഒരു ദൈവമകന്, ദൈവ പൈതലിന് ആവശ്യമാണ്. ഈ ഒരു ബോധ്യമുള്ളവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു കുറവും വരികയില്ല. അവൻ്റെ പ്രത്യാശ ദൈവമാണ്. ദൈവത്തിൽ പ്രത്യാശയുള്ളവന് നിരാശയ്ക്ക് അർഹതയില്ല, അല്ലെങ്കിൽ നിരാശപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ ഒക്കെ വന്നാലും അവൻ പറയും, കർത്താവിൻ്റെ ഇടയനാണ്, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അവിടുന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ മരണത്തിൻ്റെ താഴ്വരയിലൂടെ നടക്കുന്നതിനും എനിക്ക് ഭയമില്ല. ഒരു തികഞ്ഞ ദൈവഭക്തൻ, അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ഒരു പ്രത്യാശയുടെ വചനങ്ങളാണ് സങ്കീർത്തനം 23. ഈ ഒരു മനോഭാവം ഈ സുപ്രഭാതത്തിൽ നമുക്ക് സ്വീകരിക്കാം. എൻ്റെ ജീവിതത്തിൻ്റെ നാഥനും രക്ഷകനുമായ ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. കർത്താവിനെ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഹബക്കു പ്രവാചകൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ 16 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്: അത്തിമരങ്ങൾ പൂക്കാതിരുന്നാലും, മുന്തിരിയിൽ ഫലങ്ങളൊന്നുമില്ലാതിരുന്നാലും, ആടുകൾ ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ നിന്ന് നഷ്ടപ്പെട്ടാലും, വയലിൽ വിളവുകൾ ലഭിക്കാതെ വന്നാലും, ഞാൻ കർത്താവിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കാരണം എൻ്റെ കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. എൻ്റെ കർത്താവായ ദൈവമാണ് എൻ്റെ ബലം എന്ന് എനിക്കെപ്പോഴൊക്കെ തോന്നുന്നോ അപ്പോഴൊക്കെ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും. പലപ്പോഴും ഈ ഒരു ബലത്തെ, ഈ ഒരു ആശ്രയത്തെ മറന്നു പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വൻ നിരാശകൾക്ക്, ആത്മഹത്യകൾക്കൊക്കെ കാരണമായിട്ട് തീരുക.
നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അതൊന്നും നടക്കാതെ പോകുമ്പോൾ നിരാശപ്പെടുന്ന ഒത്തിരിയേറെ മുഖങ്ങളെ കണ്ടുമുട്ടാറുണ്ട്. ഈ മുഖങ്ങളുടെയൊക്കെ ഉള്ളിൽ ദൈവം അവനാണ് എൻ്റെ ബലം എന്നുള്ള ചിന്ത നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് അവനിൽ ആശ്രയിക്കുവാനായിട്ട് സാധിക്കാതെ തകർന്നു പോകുന്നത്. വചനം ജീവൻ നൽകുന്നതാണ്. വചനം നമ്മെ വളർത്തുന്നതാണ്. തളർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തുന്ന ജീവദായകമായ വചനം നമ്മുടെ ജീവിതത്തിന് ഔഷധമാണ്. ഈ ഒരു വചനത്തെ നമുക്ക് സ്വീകരിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധി വന്നാലും നീ എൻ്റെ ആശ്രയം, നീ എൻ്റെ സങ്കേതം, നീ എൻ്റെ കോട്ട. നിന്നിൽ ഞാൻ ആനന്ദിക്കുന്നു, നിന്നിൽ ഞാൻ സന്തോഷിക്കുന്നു. അങ്ങനെ ഏറ്റുപറയുവാൻ, ജീവിതത്തിൽ ലഭിച്ച നന്മകൾക്ക് നന്ദിയുള്ളവരായിരിക്കുവാൻ നമുക്ക് ഈ സുപ്രഭാതത്തിൽ കർത്താവിനോട് ചേർന്ന് ആരാധിക്കാം. ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചകളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ വേദനകളെയെല്ലാം ഈശോയുടെ തിരുസന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. തകർന്ന കൽഭരണിയാകുന്ന ജീവിതവുമായി വന്ന പാപിനിയായ മറിയം യേശുവിൻ്റെ പാദാന്തികത്തിലിരുന്ന് ജീവൻ്റെ പൊതുവേഞ്ഞു നേടി, സ്വർഗത്തിൻ്റെ രക്ഷ നേടി അവൾ യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷിയായിട്ട് മാറുകയാണ്. അതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചകളെയെല്ലാം നാഥ ഈ തിരുമുൻപിൽ ഞാൻ അർപ്പിക്കുന്നു. മലിനമായ എൻ്റെ ജീവിതം മുഴുവനും നിൻ്റെ തിരുമുൻപിൽ ഞാൻ അർപ്പിക്കുന്നു. നീ എന്നെ സ്വീകരിക്കണമേ. ഒരു പ്രാർത്ഥനയോടെ ഈ നിമിഷങ്ങളിൽ നമുക്കായിരിക്കാം. നീ നാഥ, ഇനിയൊരു കുറവും എനിക്കില്ല. പുൽത്തകിടികളിൽ നീ കനിവോടെന്നെ നടത്തുന്നു. അരുവിയിലേക്ക് പ്രശാന്തതയിൽ എന്നെ നയിക്കുന്നു. നീർവഴി തന്നിൽ നിത്യമൊരുക്കുന്നു. ഇടയിൽ നീ നാഥ, ഇനിയൊരു കുറവും എനിക്കില്ല. പുൽത്തകിടികളിൽ നീ കനിവോടെന്നെ നടത്തുന്നു. അരുവിയിലേക്ക് പ്രശാന്തതയിൽ എന്നെ നയിക്കുന്നു. നീർവഴി മുന്നിൽ നിത്യമൊരുക്കുന്നു. ബലവും നീ, തുണയും നീ, നല്ലോരിടയൻ നീ. 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കൂടെ വസിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന, ഞങ്ങളെ പ്രത്യാശയിലേക്ക് നയിക്കുന്ന ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. ഈ നിമിഷങ്ങളിൽ കർത്താവിനോട് കൂടെ ഇരുന്ന് എൻ്റെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളെ, എന്നെ നിരാശയിലേക്ക് നയിക്കുന്ന എൻ്റെ ചിന്തകളെ, യേശുവിനോട് ചേർന്നിരിക്കുവാൻ എനിക്ക് തടസ്സമാകുന്ന എല്ലാ വസ്തുതകളെയും, അത് നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകാത്ത കാര്യങ്ങളായിരിക്കാം. തകർച്ചകൾ, അസ്വസ്ഥതകൾ, മാനസികവും ശാരീരികവുമായി നമ്മെ മുറിപ്പെടുത്തുന്ന, ഒറ്റപ്പെടുത്തുന്ന, നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകൾ, ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ, ഇവയെല്ലാം യേശുവിൻ്റെ പാദാന്തികത്തിൽ സമർപ്പിക്കുന്നതോടൊപ്പം നാഥ, എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ. എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പൗത്രീകരിച്ചിടണേ.
വിശുദ്ധീകരിച്ചിടണേ. ദൈവമേ വിശുദ്ധീകരിച്ചിടണേ. എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ വിശുദ്ധീകരിച്ചിടണേ. തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരാം. ഈശോ എൻ്റെ ഭാരങ്ങളും എൻ്റെ വേദനകളുമൊക്കെ ഏറ്റെടുത്തതിന് നന്ദി പറയാം. എൻ ജീവിതത്തിൻ്റെ തകർച്ചകളിലും എൻ നാഥ നിന്നോട് കൂടെ ആയിരിക്കുവാൻ എനിക്ക് ബലമേകണമേ, എനിക്ക് കൃപ നൽകണമേ. ഈ പ്രാർത്ഥനയാകട്ടെ. മനസ്സിൽ നമുക്കൊരു നിമിഷം പതറാതെ കർത്താവാണ് എൻ്റെ ബലം എന്ന് അവൻ്റെ കരം പിടിച്ച ഒരു പൈതലാണ് ഞാൻ എന്ന ബോധ്യത്തോടെ അവൻ്റെ കൂടെ ഈ നിമിഷങ്ങളിൽ ഇനിയുള്ള ജീവിതം മുഴുവനിലും ഞാൻ എൻ്റെ ഈശോയെ നിന്നിലുള്ള വിശ്വാസത്തിൽ, നിന്നിലുള്ള ശരണത്തിൽ, നിന്നിലുള്ള സ്നേഹത്തിൽ ഞാൻ പോകും. എന്തെല്ലാം എൻ്റെ ജീവിതത്തെ തകർക്കുവാൻ വന്നാലും ഞാൻ ഒരിക്കലും അവിടെ നിരാശനാവാതെ നിന്നോട് ചേർന്ന് നിൽക്കും. യൂദാസിനെ പോലെ നിന്നെ ഒറ്റിക്കൊടുക്കുവാനോ, പത്രോസിനെ പോലെ നിന്നെ തള്ളിപ്പറയുവാനോ, യഹൂദരെ പോലെ നിന്നെ ക്രൂശിക്കുവാനോ ഞാൻ ശ്രമിക്കുകയില്ല. എൻ്റെ ജീവിതമെന്നും ഇനി നാഥനായി നിനക്കായുള്ളതാണ് എന്ന ബോധ്യത്തോടെ വിശ്വാസത്തിൻ്റെ തികവിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിൻ്റെ ഒരു മകനായി തീരുവാൻ ഞാൻ പരിശ്രമിക്കാം. എൻ്റെ ജീവിതം ഇനി എന്നും ക്രിസ്തുവിൽ നവജീവിതമായിരിക്കും എന്ന് പ്രത്യാശാപൂർവം ഏറ്റുപറയാം. അങ്ങനെ തകർന്ന ഹൃദയങ്ങൾക്കും തളർന്ന കാലുകൾക്കും ബലം നൽകുന്ന യേശുവിൻ്റെ വചനം എൻ്റെ ജീവിതത്തിന് ഊർജവും ശക്തിയുമാകുവാൻ ഇടയാകട്ടെ. നൈരാശ്യമേറിടിലും ഞാൻ മിഴിനീര് തൂകിടിലും നൈരാശ്യമേറിടിലും ഞാൻ മിഴിനീര് തൂകിടിലും എന്നും യേശുനാമത്തെ പാടിപ്പുകഴ്ത്തിടും ഞാനെന്നും അനുഗ്രഹം പ്രാപിച്ചിടുമേ. എന്നും യേശുനാമത്തെ പാടിപ്പുകഴ്ത്തിടും ഞാനെന്നും അനുഗ്രഹം പ്രാപിച്ചിടുമേ. ഭാരങ്ങളേറിടിലും താങ്ങാനാകാതെ വീണിടിലും ഭാരങ്ങളേറിടിലും താങ്ങാനാവാതെ വീണിടിലും എന്നും യേശുനാമത്തെ പാടിപ്പുകഴ്ത്തിടും ഞാനെന്നും അനുഗ്രഹം പ്രാപിച്ചിടുമേ. 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 ഈശോയിൽ നമ്മുടെ അനുഗ്രഹം യേശുനാമം പാടുമ്പോൾ അവൻ നമ്മെ അനുഗ്രഹിക്കും. ഈ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാം. ഈശോയെ, ഈ നിമിഷങ്ങളിൽ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളെയും രോഗങ്ങളെയും വേദനകളെയും തകർച്ചകളെയും നീ സ്വീകരിച്ച് അനുഗ്രഹ കൃപകളാക്കി മാറ്റണമേ. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണമേ. ഈശോയുടെ അടുത്തേക്ക് നമ്മുടെ കരങ്ങളെ ഒന്ന് നീട്ടാം. ഈശോയെ, നീ
എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ. ദിവ്യ സക്രാരിയിൽ നിന്നും ഈ തിരുവോസ്തി, ദിവ്യകാരുണ്യനാഥ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരണമേ. വാ യേശുനാഥ, എൻ്റെ ജീവിതത്തിലേക്ക് നീ വാ എന്ന പ്രാർത്ഥനയോടെ തമ്പുരാനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. സ്നേഹനാഥ, ഹൃദയം തേടിയിടും സ്നേഹമേ നീ, വാ യേശുനാഥ. എൻ്റെ രോഗാവസ്ഥയിലേക്ക് കടന്നു വരുന്ന എനിക്ക് സൗഖ്യം നൽകുവാൻ എൻ്റെ ഈശോയെ നീ കടന്നു വരണമേ. യേശുനാഥ, സ്നേഹനാഥ, ഹൃദയം തേടിയിടും സ്നേഹമേ നീ, വാ യേശുനാഥ. എൻ്റെ ഒറ്റപ്പെട്ട അവസ്ഥകളിൽ എനിക്ക് ആരോടും ഒന്നും പറയുവാൻ സാധിക്കാതെ എൻ്റെ മുറിവുകളും എൻ്റെ സങ്കടങ്ങളും എൻ്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഞാൻ വിങ്ങുന്ന നിമിഷങ്ങളിൽ സ്നേഹനാഥ, നീ മാത്രമേ ഉള്ളൂ എന്ന ഒരു ബോധ്യം തന്ന് എന്നെ അനുഗ്രഹിക്കുവാൻ, എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഈ മുറിവുകൾ മാറ്റുവാൻ നീ കടന്നു വരയണമേ. യേശുനാഥ, സ്നേഹനാഥ, ഹൃദയം തേടിയിടും സ്നേഹമേ നീ, യേശുനാഥ. ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളിൽ ഞാൻ എന്തായിത്തീരും, എങ്ങനെയായിത്തീരും, ഈ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ എന്തായിരിക്കുമെന്ന് വളരെയേറെ വേദനയോടെ ചിന്തിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് കർത്താവായ യേശുവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി അനുഗ്രഹിക്കുവാൻ നീ എഴുന്നള്ളി വരണമേ. സാമ്പത്തിക മേഖലകൾ തകർന്നടിയുമ്പോൾ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ പണവും മറ്റു കാര്യങ്ങളുമൊക്കെ എങ്ങനെയാകും എന്ന് ജീവിതത്തിൽ വ്യഗ്രതയായി കൊണ്ടിരിക്കുമ്പോൾ ഈശോയെ, ഇവയെല്ലാം പരിഹരിക്കുവാൻ കഴിവുള്ളവൻ നീയാണെന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വരുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അതിനായി നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരയണമേ. സ്നേഹനാഥ, ഹൃദയം തേടിയിടും സ്നേഹമേ നീ, വാ യേശുനാഥ. നാളെയെക്കുറിച്ചുള്ള ആകുലതകളിൽ വ്യഗ്രചിത്തരായി ജീവിക്കുന്ന ഈ ലോകത്തിൽ നിന്റെ അത്ഭുത സംഗതികൾ കാണുവാൻ, മിഴി തുറക്കുവാൻ കഴിവുള്ളവനെ, അന്ധരായ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ അത്ഭുതങ്ങൾ ദർശിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ മിഴികളെ തുറന്ന് പ്രകാശിപ്പിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിച്ചമായി കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാഥ, സ്നേഹനാഥ, ഹൃദയം തേടിയിടും സ്നേഹമേ നീ, വാ യേശുനാഥ. അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഈശോയ്ക്ക് നന്ദിപൂർവം ശിരസ് നമിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്തിരുമുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ നിത്യമഹോന്നത അപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്തിനുമുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ നിത്യമഹോന്നത അപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും